നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ് ശബരിമല ക്ഷേത്ര തന്ത്രി കുടുംബത്തിലെ പ്രധാന തന്ത്രി അല്ലെങ്കിൽ അവിടെ തന്ത്രം ചെയ്യുന്നയാള് എന്നുള്ള ചില ചർച്ചകളും വാർത്തകളും അതിന്റെ ചില വിശദീകരണങ്ങളും ഒക്കെ കണ്ടു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ അതൊക്കെ വലിയ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനത്താണോ തന്ത്രി എന്നുള്ള ഒരു ചർച്ച അത് ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ഒക്കെ തന്നെ ഉണ്ടായി. തീർച്ചയായിട്ടും അത് അറിവുള്ളവർ പല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ചില അടിസ്ഥാന കാര്യങ്ങൾ പറയാം. ഞാൻ വലിയ അറിവുള്ള ആളായിട്ടൊന്നുമല്ല, തന്ത്രശാസ്ത്രത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷേ നമ്മൾ കേട്ടിരിക്കുന്നതും നമ്മൾ അറിഞ്ഞിരിക്കുന്നതുമായ ചില കാര്യങ്ങൾ. എന്തായാലും അയ്യപ്പന്റെ തന്തയല്ല തന്ത്രി. അയ്യപ്പൻ എന്ന സങ്കല്പത്തിന്റെ പിതാവായിട്ട് വരുന്നത് പന്തളം രാജാവാണ്. ഈ മകരവിളക്ക് കഴിഞ്ഞിട്ട് നടയടയ്ക്കുന്നതിന് മുൻപായിട്ട് പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞ്, പിതാവല്ല പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞ് പന്തളം രാജകുടുംബത്തിലെ മുതിർന്ന അംഗം അവിടെ പോയി ഭഗവാനുമായി ഒരു ഒരു സംവേദനം, ഒരു മാനസികമായ ഒരു അദ്ദേഹം മാത്രം അവിടെ നിന്ന് തൊഴുന്ന ഒരു ചടങ്ങ് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം അയ്യപ്പന്റെ തന്ത ഒരിക്കലും താഴവൺ മഠത്തിലെ തന്ത്രിയല്ല. അങ്ങനെ പറഞ്ഞ് കൂടി അദ്ദേഹത്തെ, അതായത് പിതൃസ്ഥാനീയനായ മൂർത്തിയുടെ പിതൃസ്ഥാനീയനായ വ്യക്തി ഇങ്ങനെയൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാകുമ്പോൾ അതുകൂടി ചേർത്ത് തന്ത്രിയെ ആക്രമിക്കാനും തന്ത്രിയെ അട്ടിച്ചിരുത്താനും ഒക്കെ പലരും ശ്രമിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യം, കാരണം ഓരോ ക്ഷേത്ര സങ്കല്പങ്ങൾക്കും പല രീതിയിലാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത്. തന്ത്രി ആയതുകൊണ്ട് തന്ത്രി പിതൃസ്ഥാനീയനും ഈ പരിപാലിച്ചു പോരുന്നത്, നിവേദ്യവും മറ്റും കൊടുത്ത് പരിപാലിച്ചു പോരുന്നത് മേൽശാന്തി ആയതുകൊണ്ട് മേൽശാന്തി മാതൃസ്ഥാനീയനുമാണ് എന്ന് പൊതുവെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ അത് ഓരോ ക്ഷേത്ര സങ്കല്പത്തിലും വ്യതിയാനമായിരിക്കും. ഇപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രതിഷ്ഠ നടന്ന ക്ഷേത്രത്തിലെ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ അന്ന് പ്രതിഷ്ഠ നടത്തിയ വ്യക്തി അല്ലല്ലോ ഇന്ന് തന്ത്രി. അപ്പം പ്രതിഷ്ഠ നടത്തി ആ ഒരു ജീവൽ ചൈതന്യം ഭഗവാനിലേക്ക് ആവാഹിച്ചെടുത്ത് അത് ആ ഒരു ശിലയിലോ അല്ലെങ്കിൽ അതിലേക്ക് ആവാഹിച്ച് അതിലേക്ക് സന്നിവേശിപ്പിച്ച് ആ ഒരു ജീവശ്വാസം കൊടുത്ത ആ വ്യക്തിയാണ്. കാരണം ഈ തന്തമാരെ ഇങ്ങനെ മാറാൻ പറ്റില്ലല്ലോ. പിന്നെ പിതൃസ്ഥാനീയൻ എന്ന് പറയുന്നത് അത് പല സങ്കല്പങ്ങളിൽ പറയുന്നതാണ്. അതിൽ ഒരു സങ്കല്പമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു പിതൃസ്ഥാനീയൻ. അതായത് ആ കുടുംബത്തിന്റെ ഭാഗമായി, ഇപ്പം പന്തളം രാജകുടുംബത്തിന്റെ ഭാഗമായുള്ള ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ പിതാവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുന്നു എന്നത് മാത്രമാണ് അതിൽ പറയാനുള്ളത്. ഇത് അയ്യപ്പന്റെ മാത്രമല്ല, ഈ തന്ത്ര സമുച്ചയപ്രകാരം മന്ത്രങ്ങൾ ഓതി ഈ ചൈതന്യം അതിലേക്ക് ആവാഹിക്കുമ്പോൾ, ഈ മന്ത്രങ്ങളൊക്കെ എത്രയോ കാലമായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, യുഗങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. അതൊന്നും തന്ത്രി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ ഒന്നുമല്ല. എന്തൊക്കെയായാലും തന്ത്രിയായാലും ശരി, മന്ത്രിയായാലും ശരി, മേൽശാന്തി ആയാലും ശരി, കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതിനിപ്പോൾ പിതൃസ്ഥാനീയനാവണം എന്നൊന്നുമില്ല, ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അയ്യപ്പന്റെ തന്തയല്ല തന്ത്രി എന്നുള്ള കാര്യം മാത്രം നമ്മളിവിടെ ചിന്തിച്ചാൽ മതി. അയ്യപ്പൻ എന്നത് ധർമ്മശാസ്താവും അയ്യപ്പനും ഒന്നാണോ? ധർമ്മശാസ്താവിന്റെ ഒരു അവതാര രൂപമായിട്ട് അയ്യപ്പനെ കാണുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകളുണ്ട്. അയ്യപ്പൻ എന്നത് ധർമ്മശാസ്താവിന്റെ ചൈതന്യവാഹകനാണ് എന്ന് കാണുന്നതുണ്ട്. അതുപോലെ അരയന്മാരാൽ പൂജിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരു മണികണ്ഠൻ എന്നുള്ള ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ യുവാവാണ് ബ്രഹ്മചാരിയായി ഇത്തരത്തിൽ ഒരു ദൈവിക രൂപമായി, ദൈവിക ചൈതന്യമായി മാറിയത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും കെട്ടുകഥകളും വിശ്വാസങ്ങളും ആചാരക്രമങ്ങളും എന്തിന് ദുരാചാരങ്ങൾ വരെ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം അയ്യപ്പന്റെ തന്ത ഇതെന്തിനാണ് ചെയ്തത് എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം താഴവൺ കുടുംബം പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ തന്ത്രത്തിനായിട്ട് പരശുരാമനെ നിയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന പണ്ട് 2 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നു. അതായത് താഴവൺ പോറ്റിയും തരണനെല്ലൂർ നമ്പൂതിരിമാരും. അവരായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രമൊക്കെ തരണനെല്ലൂരാണ്. പിന്നീട് അവർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ 2 കുടുംബക്കാർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ വീതിച്ചു നൽകിയതാണ് മറ്റു കുടുംബങ്ങൾക്ക് എന്നും പറയപ്പെടുന്നുണ്ട്. അതിലും ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. എന്തായാലും നമ്മുടെ അറിവിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതുകൊണ്ട് ഈ വിഷയം എടുത്തു എന്നേ ഉള്ളൂ. അയ്യപ്പന്റെ തന്തയല്ല തന്ത്രി. അതുകൊണ്ട് അദ്ദേഹത്തെ തന്തയ്ക്ക് വിളിക്കുകയും തള്ളയ്ക്ക് വിളിക്കുകയും ചെയ്യേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. തെറ്റ് ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം, നിയമ നടപടികൾക്ക് വിധേയനാകണം. അത് ഏത് തന്ത്രിയായാലും ശരി, മന്ത്രിയായാലും ശരി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അന്വേഷണം
വളരെ സുതാര്യമായി തന്നെ മുന്നോട്ട് പോകണം.